ഹലോ, മൈ നെയിം ഈസ് സാൻഡ്ര ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ ശ്രേയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ലൈഫിലോട്ട് എൻ്ററായ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. നമുക്ക് കുറച്ച് വർഷം ബാക്കോട്ട് പോവാം. ഏകദേശം ഒരു 2013. ആ ടൈമിലാണ് ഫസ്റ്റ് ഞാനൊരു 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം കറക്റ്റ് അമ്മ എന്നോട് പറഞ്ഞത് ഷീ ഗോട്ട് പ്രഗ്നൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു കുഞ്ഞാവ് വരാൻ പോകുന്നു. ഞാനാണെങ്കിൽ അത്രയും നാളും ഭയങ്കര ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു. ഒരുമിച്ച് നമ്മൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതിനുവേണ്ടി ഞാൻ ഇന്നും വൈകുന്നേരം വന്നിട്ട് അമ്മയെടുത്ത് കുറേ വഴക്കുണ്ടാക്കിയിട്ട് അറ്റ് ലാസ്റ്റ് അതങ്ങനെ സംഭവിച്ചു. പിന്നെയുള്ള 10 മാസം അങ്ങോട്ട് വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. അതിനിടയ്ക്ക് വന്നവരും പോയവരും എല്ലാം പറയുന്നുണ്ടായിരുന്നു ഇതൊരു ബോയ് ബേബിയാണ്. ഒബ്വിയസ്ലി അത് കേട്ട് എൻ്റെ കുഞ്ഞു മൈൻഡിൽ ഞാനും ഫിക്സ് ചെയ്തു ഇതൊരു ബോയ് ബേബിയാണ്. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴോ അതൊരു ഗേൾ ബേബി ആയിരുന്നു. അതൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. ഞാൻ തന്നെ ഷോക്കായി പോയായിരുന്നു. ഐ വാസ് ലൈക്ക്, ഇങ്ങനെയല്ലല്ലോ ആൾക്കാർ പറഞ്ഞത്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, കുട്ടി മാറിപ്പോയായിരിക്കും. സിംഗിൾ ചൈൽഡ് ആയിരുന്നു എനിക്ക്. ഇവളുടെ വരവ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ അഡ്ജസ്റ്റബിൾ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒരു ചേച്ചിക്കുട്ടിയാവാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് എൻ്റെ ഒരാഗ്രഹം സാധിച്ചു. ഞങ്ങൾക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാൻ പറ്റി, തിരിച്ചു വരാൻ പറ്റി. 10ാം ക്ലാസ് ഒരു വർഷം മാത്രമേ സാധിച്ചുള്ളൂ, എന്നാലും ആഗ്രഹം സാധിച്ചല്ലോ. ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, അന്നെങ്ങാനൊരു ബോയ് ബേബി ആയിരുന്നെങ്കിൽ ആകെ തകിടം പറഞ്ഞേനെ. എനിക്കത് സങ്കല്പിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് ഒരുങ്ങാം, ഒരുമിച്ച് ഡ്രസ്സ് ചെയ്യാം, നമ്മുടെ വൈബ് തന്നെ വേറൊരു ലെവലാണ്. പക്ഷേ ഒരു ആൺകൊച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് ഓർക്കാൻ പോലും പറ്റില്ല. ദൈവം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, അതുപോലെ കണ്ടറിഞ്ഞ് ചെയ്തതാണ് ഇവളെ എൻ്റെ ലൈഫിലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ഉള്ളിൽ ആദ്യം മദർഹുഡ് ഫീലിങ്സ് കൊണ്ടുവന്ന കുഞ്ഞാവ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.